ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് ശ്രീ പത്മപുരാണത്തിലെ ശിവശർമ്മയുടെ കഥ കേൾക്കാം. പുരാതന ദ്വാരവതിയായ ഇപ്പോഴത്തെ ദ്വാരക സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറേ കടൽക്കരയിലാണ്. അവിടെ ശിവശർമ്മ എന്ന നാമധേയത്തിൽ ബ്രാഹ്മണനും ഭാര്യയും 5 പുത്രന്മാരും വസിച്ചിരുന്നു. അവർ വേദശാസ്ത്ര വിദ്യകളിലും യാഗാദി കർമ്മങ്ങളിലും പാണ്ഡിത്യവും നിപുണതയും ഉള്ളവരായിരുന്നു. അവർ അച്ഛൻ്റെ വാക്കുകൾ മറിച്ച് മറ്റൊരു വാക്ക് ചിന്തിക്ക പോലുമില്ല. അച്ഛൻ്റെ വാക്കുകൾക്ക് മഹത്വമുള്ളവരായിരുന്നു. അച്ഛൻ്റെ വാക്കുകൾ ഭയഭക്തി ബഹുമാനത്തോടെ അനുസരിക്കുമായിരുന്നു അവർ. ഒരു നാൾ ശിവശർമ്മൻ മക്കൾക്ക് തന്നോടുള്ള ഭയഭക്തി ബഹുമാനം എത്രത്തോളമുണ്ടെന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. എല്ലാ വിദ്യകളും സ്വായത്തമാക്കിയ ശിവശർമ്മയ്ക്ക് മന്ത്രജാല വിദ്യകളും വശമായിരുന്നു. തൻ്റെ ഭാര്യ മരണപ്പെട്ടുവെന്ന് മായാജാലത്തിലൂടെ മൂത്ത മകനായ യജ്ഞശർമ്മന് കാട്ടിക്കൊടുത്തു. ശേഷം സ്വന്തം മാതാവിൻ്റെ മൃതശരീരം വെട്ടി നുറുക്കി പുറത്തേക്ക് വലിച്ചെറിയാൻ പറഞ്ഞു. ഇതു കേട്ട് യജ്ഞവർമ്മൻ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അനുസരിച്ചു. അതോടെ ഇത് ചെയ്ത മൂത്ത മകന് തന്നോടുള്ള ആദരവും കടമയും സത്യസന്ധതയും സത്യം തന്നെയെന്ന് ശിവശർമ്മന് മനസ്സിലായി. തുടർന്ന് രണ്ടാമത്തെ മകനായ വേദശർമ്മയെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു അപ്സര കന്യകയുടെ രൂപം ഉണ്ടാക്കി അവളെ അച്ഛന് വേളി കഴിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ കന്യക പറഞ്ഞു, എനിക്ക് അച്ഛനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, പകരം മകനെ വിവാഹം കഴിക്കാം. വേദശർമ്മ പറഞ്ഞു, അച്ഛനെ തന്നെ നിർബന്ധമായും വേളി കഴിക്കണമെന്ന് വാശി പിടിച്ചു. ഇതു കേട്ട് അപ്സര കന്യക മറുപടിയായി വേദശർമ്മയുടെ ശിരസ് ഛേദിച്ച് എൻ്റെ കാൽക്കൽ പാരിതോഷികമായി വച്ചാൽ പിതാവിനെ ഞാൻ കല്യാണം കഴിക്കാം. ഇത് കേട്ടതും വേദശർമ്മ അപ്രകാരം തന്നെ ചെയ്തു. അച്ഛന് അപ്പോൾ രണ്ടാമത്തെ മകൻ്റെ വിശ്വസ്തതയും വാത്സല്യവും മനസ്സിലായി. അതിനുശേഷം വേദശർമ്മയുടെ ഛേദിച്ച ശിരസ് മൂന്നാമത്തെ മകനായ ധർമ്മശർമ്മയ്ക്ക് നൽകി. അവൻ ധർമ്മദേവതയെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് വേദശർമ്മനെ ജീവനോടെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള വരം നേടി. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ വേദശർമ്മയും ധർമ്മശർമ്മയും അച്ഛനെ ഒന്നിച്ച് വന്ദിച്ച് ആദരിച്ചു. ഇതിൽ നിന്നും മൂന്നാമത്തെ മകനായ ധർമ്മശർമ്മയ്ക്കും തന്നോടുള്ള വാത്സല്യവും വിധേയത്വവും മനസ്സിലാക്കി. പിന്നീട് നാലാമത്തെ മകനായ വിഷ്ണുശർമ്മനെ പരീക്ഷിക്കുവാൻ വേണ്ടി അച്ഛൻ വിഷ്ണുശർമ്മനോടായി പറഞ്ഞു, എനിക്ക് സൗന്ദര്യവതിയായ യുവതിയെ വിവാഹം കഴിക്കണമെന്നും അതിനുവേണ്ടി എൻ്റെ വാർദ്ധക്യം അകറ്റുവാൻ വേദലോകത്തു പോയി ഇന്ദ്രൻ്റെ കൈവശമുള്ള അമൃത് ശേഖരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ ചെയ്യാനും പറഞ്ഞു. അമൃത് കഴിച്ചാൽ രോഗങ്ങളും ജരാനരകളും മാറി പൂർണ്ണ ആരോഗ്യവാനാകുമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ ആജ്ഞാനുസരണം വിഷ്ണുശർമ്മ വേദലോകത്തേക്ക് അമൃത് ശേഖരിക്കുവാൻ പോയി. വേദലോകത്ത് ഇന്ദ്രൻ സുന്ദരികളായ ഉർവശി, മേനക തുടങ്ങിയവരും ഭൂതപിശാചുക്കളും മകന്റെ ശ്രദ്ധ അകറ്റാൻ തുടങ്ങി. പക്ഷേ വിഷ്ണുശർമ്മ നിശ്ചയദാർഢ്യത്തോടെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തു. അങ്ങനെ ഇന്ദ്രനിൽ നിന്നും നേടിയ അമൃത് കലശം പിതാവിന് നൽകി. പിതാവായ ശിവശർമ്മ തൻ്റെ നാലാമത്തെ പുത്രനും തന്നോടുള്ള വാത്സല്യവും ഭയഭക്തിയും സത്യമാണെന്ന് മനസ്സിലാക്കി. ശിവശർമ്മ തൻ്റെ 4 പുത്രന്മാരോടും അച്ഛൻ മായയാൽ നടത്തിയ കാര്യങ്ങളെല്ലാം വിവരിച്ചു. ശേഷം മാതാവിനെ ജീവനോടെ പുത്രന്മാരുടെ മുന്നിൽ സമർപ്പിച്ചു. നിങ്ങളെ പരീക്ഷിച്ചത് മൂലം നിങ്ങൾക്ക് എന്നോടുള്ള ഭയഭക്തി ബഹുമാനത്തെ മനസ്സിലായി. ശേഷം പിതാവിൻ്റെ ശക്തി കൊണ്ട് 4 പുത്രന്മാരെയും വിഷ്ണുലോകത്തേക്ക് അയച്ചു. ഏറ്റവും ഇളയ മകനായ സോമശർമ്മ പൃഥ്വിയിൽ തന്നെ ജീവിതം നയിച്ചു. ഒരു നാൾ ശിവശർമ്മ പത്നിയുമായി തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് 5ാമത്തെ പുത്രനായ സോമശർമ്മനോട് ഇന്ദ്രലോകത്തു നിന്നും കൊണ്ടുവന്ന അമൃത് ശ്രദ്ധയോടെ സൂക്ഷിക്കണമെന്നും തിരികെ വരുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണെന്നും പറഞ്ഞ് യാത്ര പോയി. യാത്ര കഴിഞ്ഞ് തിരികെ എത്തിയ മാതാപിതാക്കൾ വളരെ ക്ഷീണിതരും കുഷ്ഠരോഗബാധിതരുമായിരുന്നു. എങ്കിലും സോമശർമ്മ അവരെ വാത്സല്യപൂർവ്വം സ്വീകരിച്ചു. വേണ്ട ശുശ്രൂഷകളും ചെയ്തു. ഈ സമയം ശിവശർമ്മ തൻ്റെ മായയാൽ കലശത്തിലെ അമൃത് ഇല്ലാതാക്കിയതിനു ശേഷം മകനോടായി അമൃത് എടുത്തുകൊണ്ടുവരാനും അത് കഴിച്ചാൽ ഞങ്ങളുടെ രോഗം ഭേദമാകുമെന്നും പറഞ്ഞു. അമൃത് കുംഭം നോക്കിയപ്പോൾ സോമശർമ്മൻ അത്ഭുതപ്പെട്ടു. കുംഭത്തിൽ നിന്നും അമൃത് നഷ്ടമായേക്കുന്നു.
പക്ഷേ സോമശർമ്മന് പിതാവിനോടുള്ള ഭയഭക്തി ബഹുമാനത്താൽ കുംഭം നിറയെ അമൃത് നിറയ്ക്കപ്പെട്ടു. ശേഷം അമൃത് കുംഭം പിതാവിനു നൽകി. എല്ലാം മനസ്സിലാക്കിയ പിതാവിന് വളരെയേറെ സന്തോഷമായി. പിന്നീട് ശിവശർമ്മയും പത്നിയും ഒന്നായി വിഷ്ണുലോകം പ്രാപിച്ചു. സോമശർമ്മൻ തപസ് അനുഷ്ഠിക്കുവാൻ വേണ്ടി കാട്ടിൽ പോയി. കാട്ടിൽ വെച്ച് രാക്ഷസന്മാർ തപസ്സിന് ഭംഗം വരുത്തി. കൂടാതെ രാക്ഷസന്മാരെ ഭയന്ന് മരിച്ചതിനാൽ അടുത്ത ജന്മം രാക്ഷസനായി പിറന്നു. എങ്കിലും അവൻ വിഷ്ണു ഭക്തനായി മാറി. ഇദ്ദേഹമാണ് ഹിരണ്യകശിപുവിൻ്റെ പുത്രനായ പ്രഹ്ലാദൻ. ഇതാണ് ശിവശർമ്മയുടെ കഥ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് സോമശർമ്മൻ്റെയും സുഭദ്രൻ്റെയും കഥ പറയാം.